തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആദ്യ റൗണ്ടിൽ വൻ അടിയൊഴുക്കുകളാണ്. എന്തും സംഭവിച്ചേക്കാം തളിപ്പറമ്പിൽ എന്നുള്ളതാണ്. കേരളത്തിലൊരു കാറ്റ് മാറി വീശുന്നതിന്റെ സൂചന. മുഖ്യമന്ത്രി തന്നെ പിന്നിൽ പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും ഇങ്ങനെ ഒരു സ്ക്രീൻ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് വേണ്ടി അച്ചുപോലും നിരത്തപ്പെട്ടിട്ടില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലായിരിക്കുന്നു, ധർമ്മടത്ത് CPM പിന്നിലായിരിക്കുന്നു എന്നത് ഇതൊരു ചരിത്ര നിമിഷമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ഇനി വേണ്ടതില്ല എന്ന് തോന്നുന്നു. വലിയ ഒരു റൗണ്ടിലെങ്കിലും ധർമ്മടത്ത് പിണറായി വിജയനെ പിന്നിൽ നിർത്തുക. 731 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണ്. 85 ഇടത്തായി UDF-ന്റെ മുന്നേറ്റം ഇതിനകം വന്നിട്ടുണ്ട്. 9:28 മണി 9:28 ഒരു സമയത്ത് പോലും NDA പിന്നിൽ പോയിട്ടില്ല. 1302 വോട്ടിന് NDA മുന്നിൽ. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ തന്നെയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗം എന്ന് പറയേണ്ടി വരും. 85 സീറ്റുകളിൽ കോൺഗ്രസ് UDF ലീഡ് ചെയ്യാണ്. 50 ഇടങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 86 ഇടത്ത് UDF, 50 ഇടത്ത് LDF. നോക്കി നിൽക്കുമ്പോൾ കളം മാറുന്ന കാഴ്ചയാണ്. മാവേലിക്കരയിൽ MS അരുൺകുമാർ പിന്നിൽ എന്നുള്ള വിവരം വരുന്നു. അത്ഭുതമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കോട്ടകളിലെല്ലാം LDF താഴുമ്പോൾ അത് മാവേലിക്കരയാണ്. LDF-ന്റെ കോട്ടകളിൽ UDF 49ലേക്ക് താണു. ഏറ്റുമാനൂരിൽ വലിയ തരംഗമായി മാറുന്നു നാട്ടകം സുരേഷ്. ആറ്റിങ്ങലിൽ നോക്കൂ, മലപ്പുറത്ത് 16 ഇടങ്ങളിൽ UDF മുന്നിൽ. 630 ഇടങ്ങളിൽ മലപ്പുറം പൂർണ്ണമായും UDF-നൊപ്പം. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും പൊന്നാനിയും തവനൂരും കൈവിട്ടിരിക്കുന്നു. മണലൂരിൽ UDF പ്രതാപൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ധർമ്മടത്ത് ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴാണ് 731 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ് എന്നുള്ളത്. വൈക്കത്ത് പോലും നോക്കൂ, വൈക്കത്ത് LDF-ന്റെ ശക്തി കേന്ദ്രത്തിൽ കേവലം 286 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. UDF-ന്റെ മുന്നേറ്റം തുടരുന്നു. അതാ 87 ഇടത്തേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. ചേർത്തലയിൽ P. പ്രസാദ് 14ാമത്തെ മന്ത്രി പിന്നിൽ. ചേർത്തലയിൽ P. പ്രസാദ് പിന്നിൽ. തളിപ്പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 3100 വോട്ടിന്റെ കുറവാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലും കിടക്കുകയാണ്. P. പ്രസാദും പിന്നിൽ 13 കിടന്നു. ഒരു ഡസന് അപ്പുറത്തേക്ക് പിന്നിൽ എന്ന് ക്യാബിനറ്റ് അപ്പാടെ വീഴും എന്ന് പറയാൻ പറ്റുമോ? 334 വോട്ടുകൾക്ക് KR രാജേന്ദ്ര പ്രസാദ് ചേർത്തലയിൽ ലീഡ് ചെയ്യുന്നു. മന്ത്രി P. പ്രസാദ് പിന്നിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം. സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ധർമ്മടത്ത് ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ 721 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന് ഞെട്ടിക്കുന്ന വീണ്ടും ഒരു സീറ്റിൽ കൂടി പിന്നിലാണ്. 40 സീറ്റുകൾക്ക് പിന്നിലാണ് എന്ന് പറഞ്ഞത്. അധികം താമസമില്ല. ഡോക്ടർ അരുൺ 90ലേക്ക് കടക്കാൻ അധികം താമസമില്ല. 88 ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പിന്നിലാകുമ്പോൾ സ്വാഭാവികമായും ഇത് 90+ലേക്ക് പോകേണ്ടതാണ്. നിലവിൽ വരുന്ന മണിക്കൂറുകളിൽ അടുത്ത 3-4 റൗണ്ട് UDF തരംഗമായി മാറുന്നതാണ്. പേരാവൂര് KK ശൈലജ മുന്നിൽ. 23 വോട്ടുകൾക്ക് പേരാവൂരിൽ KK ശൈലജ മുന്നിൽ. പക്ഷേ അപ്പോഴും നോക്കൂ, CM പിന്നിൽ, KK ശൈലജ 23 വോട്ടിനാണ്. മാത്രമല്ല CPM ശക്തി കേന്ദ്രമാണ്. അത് CPM ശക്തി കേന്ദ്രമായ പായത്ത് കേവലം 23 വോട്ടുകൾക്ക് മാത്രമാണ് ശൈലജ മുന്നിൽ. 44 സീറ്റിലേക്ക് LDF സംസ്ഥാനത്ത് പിന്നോട്ട് പോയിരിക്കുന്നു. 94 ഇടത്തേക്ക് LDF താഴുന്നു. ക്ലിയർ ട്രെൻഡ് ആണ്. ഈ തരംഗത്തിൽ കടപുഴകുന്നവരാരൊക്കെ എന്നാണ് ഇനി അറിയേണ്ടത്. അതെ, ഇതൊരു തരംഗമായി മാറുന്നു. 90-ലധികം സീറ്റുകളിലേക്ക് UDF, ഒരുപക്ഷെ 100 സീറ്റുകൾ വരെ UDF നേടിയാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിൽ ഒരു വൻ തരംഗമായി മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പിന്നിലായിരിക്കുന്നു. കഴിഞ്ഞ തവണ KK ശൈലജയ്ക്ക് 2528 വോട്ടിന്റെ ലീഡ് ഉണ്ടായ സ്ഥലത്താണ് 23 വോട്ടിന്റെ ലീഡ്. കണ്ടൂർ API
അനിൽകുമാർ 2811 വോട്ട് ലീഡ്. 2811. പക്ഷേ നോക്കൂ, LDF അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ നിലയിലേക്ക് ഏറ്റവും വലിയ പരാജയത്തിലേക്ക്. 2001 സമാനമായ പരാജയത്തിലേക്ക് LDF വൻ പരാജയത്തിലേക്ക് വീഴുകയാണ്. മണ്ഡലങ്ങളിൽ മന്ത്രി മന്ത്രി ജെ ചിഞ്ചുറാണി. ചിഞ്ചുറാണി പിന്നിൽ. ആ, ജെ ചിഞ്ചുറാണി 14ാമത്തെ പിന്നിൽ. മന്ത്രി. അതായത് നാളേക്ക് പോകുന്ന ചടയമംഗലം നാളേക്ക് മന്ത്രി. ഒരിക്കലും വീഴുമെന്ന് കരുതിയിട്ടില്ലാത്ത പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രം ജയിച്ചു കയറിയ ചടയമംഗലം മണ്ഡലത്തിൽ CPIയുടെ തേരോട്ടമുണ്ടായിരുന്ന മണ്ഡലത്തിൽ മന്ത്രി ചിഞ്ചുറാണി പിന്നിലാണ് എന്നുള്ള വിവരമാണ്. മന്ത്രി ചിഞ്ചുറാണി പിന്നിൽ, ആലപ്പുഴയിൽ പി. പിണറായി വിജയൻ ചിത്തരഞ്ജൻ പിന്നിൽ. ഇപ്പോൾ സണ്ണി ജോസഫിന്റെ ആദ്യ ചിത്തരഞ്ജൻ പ്രതികരണം പിന്നിലായി. വരുന്നുണ്ട്. ചിത്തരഞ്ജൻ സംസ്ഥാനത്ത് പിന്നിലായി. UDF തരംഗമെന്ന് സണ്ണി ജോസഫ് പറയുന്നു. പിണറായി വിജയൻ പോലും പിന്നിലായെന്നാണ് ചിത്തരഞ്ജൻ സണ്ണി പിന്നിലാണ്. ജോസഫ് പറയുന്നത്. ചിത്തരഞ്ജൻ പിന്നിലാണ്. ചിത്തരഞ്ജൻ ഒന്നും ഒരിക്കലും നോക്കൂ, പിന്നാലെ ആലപ്പുഴയിലേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ലീഡ് പിടിച്ചിരിക്കുന്നു. എല്ലാ DCC കൊച്ചി ഓഫീസുകളിലും ആഘോഷം. പ്രേക്ഷകരെ ആഘോഷമാണ്. UDF തരംഗമാണ്. ആഘോഷമാണ്. UDF തരംഗമാണ്.